പ്രേക്ഷകർക്ക് അറിയുന്നതുപോലെ GST പരിഷ്കരണം നാളെ മുതൽ പ്രാബല്യത്തിൽ വരികയാണ്. പക്ഷേ GST കുറച്ചതിന്റെ ഗുണം ജനങ്ങൾക്ക് ലഭിക്കുമോ എന്നതിൽ ആശങ്കയുണ്ട് എന്ന് പറയുന്നു സംസ്ഥാന ധനമന്ത്രി KN ബാലഗോപാൽ. സംസ്ഥാനങ്ങൾക്കുണ്ടാകുന്ന നഷ്ടം വലുതാണ് എന്നാണ് KN ബാലഗോപാൽ 24 പറഞ്ഞത്. ഇതെങ്ങനെ പരിഹരിക്കും എന്നതിൽ വ്യക്തതയില്ല എന്നും മന്ത്രി പറഞ്ഞു. വിലക്കുറവ് യഥാർത്ഥത്തിൽ ടാക്സ് കുറയ്ക്കുന്നതിൻ്റെ ഗുണം ഗവൺമെൻറ്റിൻ്റെ വരുമാനമാണല്ലോ പോകുന്നത്. അതിൻ്റെ ഗുണം കസ്റ്റമർക്ക് കിട്ടണം, സാധാരണ ആളുകൾക്ക് കിട്ടണം. അതിന് കിട്ടുന്നതിന് പകരം കമ്പനികൾക്ക് ലാഭം കൂടാൻ കാരണമാവാം എന്ന ആശങ്കയുണ്ട്, എല്ലാവർക്കും ആശങ്കയുണ്ട്. ഇതിൻ്റെ ഭാഗമായിട്ട് വലിയ തോതിൽ സംസ്ഥാനങ്ങളുടെ വരുമാനം കുറയും. ഇപ്പോൾ കേരളത്തിന് മാത്രം 8,000 മുതൽ 10,000 കോടി വരെ ഒരു വർഷം കുറയും. ഈ 8,000-10,000 കോടി കുറഞ്ഞാൽ നമ്മൾ ഈ നാട്ടിലെ വികസനത്തിനൊക്കെ പണം വേണം. ഏറ്റവും പ്രധാനം ഈ ക്ഷേമ പെൻഷനും സാധാരണക്കാരുടെ ചികിത്സയും ഇതുണ്ട്. അതിനൊക്കെയുള്ള പണം കുറഞ്ഞാൽ എങ്ങനെ നമുക്കത് കൈകാര്യം ചെയ്യാൻ പറ്റും? ഈ പ്രശ്നം വളരെ വലിയ പ്രശ്നമാണ്. അതുകൊണ്ട് അതിനുള്ള കോമ്പൻസേഷൻ, എത്രയാണോ നഷ്ടം ഉണ്ടാകുന്ന നഷ്ടം കേന്ദ്ര ഗവൺമെൻറ്റിന് മുൻകൈയെടുത്ത് ഇത് പരിഹരിക്കണമെന്ന് പറഞ്ഞിട്ട് അതിനെപ്പറ്റി തീരുമാനം വന്നിട്ടില്ല. അരുൺ രാജ് കൂടുതൽ വിവരങ്ങളുമായി ചേർന്ന് കൊല്ലത്തുനിന്നും. അരുൺ, ഇതിപ്പോൾ GST പരിഷ്കരണം ജനങ്ങൾക്ക് അതിന്റെ യഥാർത്ഥ ഗുണം ലഭിക്കുമോ എന്ന് സംശയമുണ്ട് എന്ന് സംസ്ഥാന ധനമന്ത്രി പറയുന്നത് എന്തുകൊണ്ടാണ്? മറ്റൊന്ന്, ബദലായി സംസ്ഥാനത്ത് നഷ്ടമാകുന്ന വലിയൊരു കണക്കുണ്ട്. അത്രമാത്രം പണം അല്ലെങ്കിൽ വരുമാനം, അതിന് ബദലായി എന്ത് സംവിധാനം ചെയ്യാൻ കഴിയും കേന്ദ്രത്തിന് എന്ന് ചോദിച്ചതിന് ഒരു മറുപടിയും ലഭിച്ചില്ല എന്നൊക്കെയുള്ള കുറ്റപ്പെടുത്തൽ സംസ്ഥാന ധനമന്ത്രിയിൽ നിന്നുണ്ടാകുന്നു. വിവരങ്ങൾ എന്താണ്? തീർച്ചയായും പ്രജിൻ, GST കുറയ്ക്കുന്നത് സംസ്ഥാനങ്ങൾ വളരെ കാര്യമായി തന്നെയാണ് സ്വാഗതം ചെയ്യുന്നത് എന്നുള്ളതാണ് ധനമന്ത്രി KN ബാലഗോപാൽ വ്യക്തമാക്കുന്നത്. GST കുറയ്ക്കുന്നതിന്റെ ഗുണം ജനങ്ങൾക്ക് ലഭിക്കണം, അത് മാത്രമാണ് സംസ്ഥാനങ്ങൾ ഈ GST കൗൺസിൽ യോഗത്തിൽ ആവർത്തിച്ച് ആവശ്യപ്പെട്ടത്. കേരളത്തിന്റെ അഭിപ്രായവും മറ്റൊന്നായിരുന്നില്ല. ഈ GST നികുതി പരിഷ്കരണം അത് കുറയ്ക്കണം, അതിനെ സ്വാഗതം ചെയ്യുന്നു എന്ന് തന്നെയാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത്. പക്ഷേ GST കുറച്ചാൽ അതിന്റെ ഗുണം ജനങ്ങൾക്ക് ലഭിക്കാനുള്ള മാർഗം കണ്ടെത്തണം, അത്തരം പരിശോധനകൾ ഉണ്ടാകണം. ഈ മുതലാളിമാരെ മാത്രം പ്രീതിപ്പെടുത്തുന്ന രീതിയിൽ, അവർക്ക് സമ്പന്നരാകുന്ന രീതിയിൽ GSTയുടെ ഇത് കുറയ്ക്കരുത്, GST പരിഷ്കരണത്തിലൂടെ അത് കുറയ്ക്കരുത് എന്നുള്ളതാണ് അദ്ദേഹം ആവശ്യപ്പെടുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം അദ്ദേഹം പറയുന്നത്, ഈ GST പരിഷ്കരണം കൊണ്ടുവരുമ്പോൾ സംസ്ഥാനങ്ങൾക്ക് നഷ്ടമാകുന്ന പണം അത് ഏത് തരത്തിൽ കണ്ടെത്തും എന്നതിനെ സംബന്ധിച്ച് ഇപ്പോഴും കൃത്യമായ ഉത്തരം നൽകാൻ കേന്ദ്ര സർക്കാരിന് കഴിയുന്നില്ല. 8,000 മുതൽ 10,000 കോടി വരെ കേരളത്തിന് മാത്രം നഷ്ടമാകുന്നുണ്ട്. ഇതിൽ മറ്റൊരു ബദൽ മാർഗം, ഇത് കണ്ടെത്താനുള്ള ബദൽ മാർഗം എന്ന രീതിയിൽ മദ്യത്തിന്റെയും അതുപോലെ തന്നെ ലഹരി ഉൽപ്പന്നത്തിന്റെയും ഈ വരുമാനം അത് പങ്കുവെക്കണമെന്ന ആവശ്യം സംസ്ഥാനം മുന്നോട്ട് വെച്ചതാണ്. പക്ഷേ അത്തരത്തിലും ഒരു കാര്യമായ രീതിയിലുള്ള പരിഗണന കേന്ദ്രത്തിന്റെ ഭാഗത്ത് നിക്കട്ടത്തിൽ ഉണ്ടായിട്ടില്ല എന്നുള്ള ആശങ്ക കൂടി അദ്ദേഹം പറയുന്നു. ഇത് സംസ്ഥാനങ്ങളുടെ വികസനത്തിനടക്കം തിരിച്ചടിയാകും എന്നുള്ളതാണ് അദ്ദേഹം വിലയിരുത്തുന്നത്. എന്തായാലും GST പരിഷ്കരണത്തെ സംസ്ഥാനം വളരെ കാര്യമായി തന്നെയാണ് നോക്കിക്കാണുന്നത്. വരാൻ പോകുന്നത് ഏത് തരത്തിൽ അത് ജനങ്ങൾക്ക് ഉപയോഗപ്രദമാകും എന്നുള്ളതാണ് സംസ്ഥാനം പരിശോധിക്കാൻ പോകുന്നത്. ഇല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട് ധനകാര്യ കമ്മീഷനെ അടക്കം നേരിൽ കണ്ടുകൊണ്ട് കൂടുതൽ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തി ഇക്കാര്യത്തിൽ ഒരു ശക്തമായ നടപടിക്കായിരിക്കും സംസ്ഥാനം ഒരുങ്ങുക. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം അദ്ദേഹം പറയുന്നത്, സംസ്ഥാനത്ത് ഇതിന്റെ ഗുണം സാധാരണക്കാരന് ലഭിക്കണമെന്ന ആവശ്യമാണ് സംസ്ഥാന സർക്കാർ മുന്നോട്ട് വെക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട പരിശോധനകളും ഇതുമായി ബന്ധപ്പെട്ട നടപടികളും സംസ്ഥാനവും മുന്നോട്ട് കൊണ്ടുപോകും എന്നുകൂടി അദ്ദേഹം പറയുന്നുണ്ട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.